ഇത് 500 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതാണ് സാധനം ഇതിനകത്തുള്ളത്. നല്ല ഫ്ലാറ്റായിട്ടുള്ള ഒരു ചൂടോടുകൂടെ കുറച്ചൊരു 3-4 സ്പൂൺ മസാല ഇത്. എന്നാൽ നന്നായിട്ട് ആ മസാല അതിൽ പിടിക്കും. വെൽക്കം ടു ഡിഎസ് ഫ്ലോറ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ബാബു ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ മുംബൈയിലാണ് ഉള്ളത്, എൻ്റെ വീട്ടിൽ. അപ്പം വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഡിഷസ് എല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു മിക്സ്ചർ ഉണ്ട്. അത് ഈസിയാണ്, കുറേ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തംബ്നെയിലിൽ. അതുപോലെ തന്നെ കോൺഫ്ലെക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. പെട്ടെന്ന് തീരുന്ന ഒരു ഡിഷുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ കിച്ചണിലോട്ട് വെൽക്കം. കുറച്ച് സാധനം വേണ്ടു, അത് അമ്മ പറഞ്ഞുതരും. പറഞ്ഞോ. ഉണ്ടാക്കാൻ പോകുന്ന മിക്സ്ചറിന് ആദ്യം കുറച്ച് കൊപ്ര, അങ്ങനെ നമ്മുടെ തേങ്ങ ഉണങ്ങിയ സാധനം, പിന്നെ അതിന് ഇത് കപ്പലണ്ടി, പിന്നെ ഇത് കറിവേപ്പില, പിന്നെ വേണ്ടുന്നത് ഒരു മസാല ഉണ്ടാക്കണം. ആദ്യം അതിന് കോൺഫ്ലെക്സ് കുറച്ച്, അതിന് ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരു മസാല തയ്യാറാക്കണം. അതിന് മസാലയ്ക്ക് കുറച്ച് പഞ്ചസാര. എത്ര കിലോ ആണ് കോൺഫ്ലെക്സ് എടുക്കുന്നത്? കോൺഫ്ലെക്സ് ഒരു 1/4 കിലോനേ ഉള്ളൂ. 1/4 കിലോക്ക് ഇത്രയും നല്ല കൂടുതൽ മസാല ഉണ്ടാകുന്നതാണ് ചിലർക്ക് ഇഷ്ടം. ശ്രുതിക്കൊക്കെ കൂടുതൽ മസാല ഇഷ്ടമാണ്. അത് കാരണം കുറച്ച് കൂടുതൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത്ര വേണ്ടാത്തവർ അതിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഒരു സ്പൂണ് ഉപ്പ്, ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ വേണ്ടുന്നത് മുളക് പൊടി. അതവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടാം. അമ്മ ഇപ്പം എത്ര ഇടുന്നു? ഞാനിപ്പോൾ ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. എന്നെ ഇത് ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ പൊടിച്ച മസാല ഇങ്ങനെ ഇരിക്കും കാണാൻ. നല്ലോണം പേസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് നല്ലൊരു കളറ്, ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട്. നല്ലൊരു മസാലയായിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല എണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ അല്ല, വെളിച്ചെണ്ണയിലല്ല, ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഏത് ഓയിൽ യൂസ് ചെയ്യുക, പക്ഷെ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട. കാരണം അതിനൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുന്നതാണ്. അതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. എണ്ണ പക്ഷെ നന്നായി തിളക്കണം, നന്നായി ചൂടാവണം. ഇല്ലെങ്കിൽ കോൺഫ്ലെക്സിൽ അത് ഇതായി പോകും. കോൺഫ്ലെക്സിൻ്റെ പാക്കറ്റ്. പിന്നെ ഇതിന് മെയിൻ സാധനം വേണ്ടുന്നത് ഇതാ കോൺഫ്ലെക്സ്. ഇതിന് പറയുന്നത് മക്കായ് പോഹ. ഇതിവിടെ എല്ലാ സ്റ്റോറിലും കിട്ടും, കിലോ കണക്കിന് എത്ര വേണമെങ്കിൽ. ഇത് 500 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതാണ് സാധനം ഇതിനകത്തുള്ളത്. നല്ല ഫ്ലാറ്റായിട്ടുള്ള ഒരു, നമ്മളുടെ ശരിക്കും അവലെല്ലാം പോലെ ഇരിക്കും. അങ്ങനെ ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. ഇതിങ്ങനെ കുറച്ച് മസാലയെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും. നമ്മൾ വെളിയിൽ നിന്ന് ഇത് മിക്സ്ചറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് നല്ലത് ഇങ്ങനെ വെറൈറ്റി മിക്സ്ചർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. എത്ര രൂപ ഇതിന്? 31 റുപ്പീസേ ഉള്ളൂ. 31 റുപ്പീസ്. ഇത് മറ്റേ നമ്മൾ പാർട്ടി ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുന്നവരാണ് 28 റുപ്പീസിന് കിട്ടും. ഒരു മിക്സറിൻ്റെ പാക്ക്, 2-3 മിക്സറിൻ്റെ പാക്ക് തന്നെയാവും. നല്ല കുറേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ ചേർക്കുന്നില്ലേ. ഓക്കെ. അപ്പം എണ്ണ നല്ലോണം ചൂടായി. എണ്ണ നന്നായിട്ട് ചൂടാവണം. നോക്കാം നമുക്ക് എണ്ണ ചൂടായി നോക്കാം. ഇങ്ങനെ എണ്ണ ചൂടായി, നല്ല ചൂടായി ഇങ്ങനെ പൊങ്ങി വരിക. കണ്ട, ഇങ്ങനെ ഇത്രയേ പണിയില്ല. ഇത് നമുക്ക് കോരി മാറ്റാം. നോക്കിക്കോ. കൂടുതൽ ക്വാണ്ടിറ്റി ഇടണ്ട, കുറച്ച്. അത് പൊങ്ങി വരാനില്ല ഇതും വേണം അല്ലേ? കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിനത്ര കപ്പാസിറ്റി ഉണ്ടാവില്ല.
പെട്ടെന്നാവും. അതൊന്ന് ഒന്നിങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. എന്നിട്ട് നമ്മളിവിടെ പാത്രം കഴുകിയിട്ടിടുക. പേപ്പറൊന്നും വരിക. എണ്ണ കുടിക്കോ? വേണ്ട. ഇതിന് എണ്ണയൊന്നും അങ്ങനെ വരില്ല. ആ എണ്ണ ഇതിനാവശ്യമാണ്. ഇത്ര പോലെ എണ്ണ ഇതിനാവശ്യമാണ്. പിന്നെ മസാല മിക്സ് ആവുന്നു. അതേപോലെ അടുത്ത ട്രിപ്പ് കുറച്ചിട്ട് ഇതിലിട്ടോട്ടെ. അങ്ങനെ നമുക്ക് ബാച്ചായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സാധനവും ഇത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഒരു ഡബ്ബ നിറച്ചുണ്ടാക്കി വെച്ചത് എല്ലാം തീർന്നു. ഒരു വൈകുന്നേരത്തെ ചായക്കെല്ലാം ഒരു ടൈം പാസ് ആയിട്ട് കഴിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇടാം. ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഇടുന്നതിന് മുമ്പ് കുറച്ച് മസാല ഇട്ട് കൊടുക്കും. കുറച്ച് ഇങ്ങനെ മസാല 2-3 ബാച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 ബാച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഈ ചൂട് അതിന് പിടിക്കാൻ വേണ്ടി കുറച്ച് മസാല. ചൂടുള്ള സമയത്ത് തന്നെ ഇടണം. ചൂടോടുകൂടെ കുറച്ചൊരു 3-4 സ്പൂൺ മസാല ഇത് എന്നാൽ നന്നായിട്ട് ആ മസാല അതിൽ പിടിക്കും. ഇതിലിട്ട് വെക്കാം. ലാസ്റ്റിൽ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ബസ് ചെയ്യാം. ഇടണം. ഫോസ്ഫറസ് മക്കപ്പോഹ ഫുൾ വറുത്ത് തീർന്ന് ഇത് ലാസ്റ്റ് ഇടാൻ പോകുന്നു. കുറച്ചുകൂടെ ഒച്ചയാവും. നെക്സ്റ്റ് കപ്പലണ്ടി. ഇനി
കുറച്ച് മസാല. ഇനി കൊപ്ര ഇടാൻ പോകുന്നത്. ഇതുവരെ എല്ലാം ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് ചെയ്തത്. പക്ഷേ കൊപ്ര ഇടുമ്പോൾ കൊപ്ര പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊപ്ര ഇടുമ്പോൾ മാത്രം കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് ചെയ്യണം. ഓക്കെ. ഇനി ലാസ്റ്റ് കറിവേപ്പില അത് ഇങ്ങനെ എടുത്ത് നമുക്കിവിടെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം അതുകൊണ്ട് അധികം ഇട്ടില്ല. നാട്ടിലെല്ലാം ഇഷ്ടം പോലെ പറിച്ചിടാം. അതിനൊരു കുറവും വരുത്തണ്ട. ഡയറക്റ്റ് ഇടാൻ പറ്റില്ല. നല്ല ടേസ്റ്റ്. ഡയറക്റ്റ് ഇടാം. നല്ല സൗണ്ട് വരും. അപ്പം നോക്കണ്ട. ഇതിനും കുറച്ച് കൂടുതലിടാം കേട്ടോ. ഇത് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു. ഇപ്പം നമ്മളുടെ എല്ലാം ഫ്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞു. സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി മസാല ഉണ്ടോ? ഇനി ബാക്കി മസാല പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം എവിടെയെല്ലാം മിക്സ് ആയിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഇതാക്കുക. ഇത്രയല്ലോ പണി. തീർന്നു. ഈസി ടേസ്റ്റി. ഒന്ന് പറയുമ്പോൾ ടേസ്റ്റി മിക്സ്ചർ റെഡി. അപ്പോൾ നമ്മൾ മിക്സ്ചർ റെഡിയായി. അത്രയേ ഉള്ളൂ പണി. എല്ലാവരും കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മളെ വീട്ടിലാകുമ്പോൾ ഫ്രഷ് എണ്ണ വരും. രണ്ടാമതൊന്നും യൂസ് ചെയ്ത് എണ്ണയൊന്നും വരില്ല. നല്ല എണ്ണ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പൊന്നോ ഇങ്ങനെയുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൗണ്ട് വെക്കുന്നില്ലേ? ക്രിസ്പി. അടിപൊളി. ഇപ്പൊ കുറച്ച് ചൂടാണ്. ഇത് ഡബിളിലേക്കാണ് അല്ലേ? നീ ഓണിങ്ങിന് ശേഷം 28 റുപ്പീസിന്റെ മക്ക പോവക്ക് നോക്കി കാണാം. എങ്ങനെയുണ്ട്? 28 റുപ്പീസിൽ നമുക്ക് ഇത്രയായി. 28 rupees പ്ലസ് അത് നമുക്ക് ഒരു 50 റുപ്പീസ് എല്ലാം ആയിട്ടുണ്ടാവും അല്ലേ എല്ലാത്തിനും. അതിന് ഇത്രയായി. കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെ കുറച്ച് അരച്ചൊക്കെ കൊടുക്കാം. ഇതൊന്ന് മിച്ചറാ ആരാക്കി തോന്നു? ആ ഇത്രോട്ടം ആക്കി തന്നു. കഴിച്ചു നോക്കിയാ? നല്ല രസമുണ്ട്. കൊറേ രസമുണ്ടാ? അടിപൊളി. രസല്ലേ? നല്ല അടിപൊളി മിച്ചറ്. നമ്മൾ സാധാരണ ബേക്കറി നിന്നെല്ലാം മേടിക്കില്ലേ, പക്ഷെ ഇത് ഇത്ര ഈസി ആയിട്ടും ഇത്ര പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഇപ്പാന്ന് അറിയുന്നത്.
പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് അത്രേ ആയിട്ടുണ്ടാവുമല്ലോ. 20 മിനിറ്റ് കൊണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇനി ബേക്കറിയിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ആക്കിയാൽ മതി. ഇനി ഇത്രയും ചിലവ് കുറഞ്ഞിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് വെറുതെ എന്തിനാണ് ഈ കൊറോണ സമയത്ത് വെറുതെ പോയി പുറത്ത് പോയിട്ട് വാങ്ങിക്കുന്നത്. വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ചാനലിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കുക്കിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ബൈ.